ഹായ് ദൃശ്യം 3 ലാലേട്ടൻ നായകനാവുന്ന ദൃശ്യം 3 മെയ് 21-നാണ് റിലീസ് ചെയ്യുന്നത്. അതായത് ഇനിയും 5 ദിവസങ്ങൾ ബാക്കി. സിനിമയുടെ ബുക്കിംഗ് ആരംഭിച്ചു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അത് ഇത്രത്തോളം വലിയൊരു ബുക്കിംഗ് ആവും എന്നുള്ളത് പല ആൾക്കാരും ചിന്തിച്ചിട്ടുണ്ടാവില്ല. അതായത് ഇപ്പോൾ തന്നെ കൃത്യമായി പറഞ്ഞാൽ ഇന്നലെ രാത്രി വന്ന കണക്ക് പ്രകാരം 12,50,00,000 മുകളിലാണ് സിനിമയ്ക്ക് വന്നിരിക്കുന്ന കളക്ഷൻ. റിലീസിന് 5 ദിവസം മുൻപേ തന്നെ 12,50,00,000 രൂപ സിനിമ നേടിയിരിക്കുന്നു എന്നുള്ളതാണ് തീർച്ചയായും ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഒരു മലയാള സിനിമയ്ക്കും ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ഒരു ബുക്കിംഗ് ആണ് ഇപ്പോൾ സിനിമയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ സിനിമയുടെ എല്ലാ സ്ഥലങ്ങളിലെയും ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ പല തിയേറ്ററുകളും ബുക്കിംഗ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിൽ അത് ഒരുപാട് മുകളിലേക്ക് പോകും. തിങ്കളാഴ്ചയോടുകൂടി എല്ലാ തിയേറ്ററുകളിലെയും ബുക്കിംഗ് ഓപ്പൺ ആക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. അതോടുകൂടി മലയാള സിനിമാ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രീസെയിൽ കളക്ഷനിലേക്കായിരിക്കും ഈ പറയുന്ന ദൃശ്യം 3യുടെ പോക്ക്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 5 കോടിയിൽ കൂടുതൽ ഈ സിനിമ ഇതുവരെ നേടിക്കഴിഞ്ഞു. അതായത് ഫസ്റ്റ് ഇപ്പോൾ തന്നെ 5 കോടി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഇനിയുള്ള ദിവസങ്ങളിലെ ബുക്കിംഗ്, അതുപോലെ റിലീസിംഗ് ദിവസം നേരിട്ട് വരുന്നവരുടെ കളക്ഷൻ, ഇതെല്ലാം ചേർക്കുമ്പോൾ കളക്ഷൻ വേറെ ലെവലാവും എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 10 കോടിക്ക് മുകളിൽ കളക്ഷൻ ഇപ്പോൾ തന്നെ ഉറപ്പാക്കിയിട്ടുണ്ട്. അതായത് കേരളത്തിൽ 10 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടുന്ന രണ്ടാമത്തെ മലയാള സിനിമ ദൃശ്യം 3 ആയിരിക്കും എന്നുള്ളത് ഉറപ്പായിരിക്കുന്നു. ഇതിനു മുൻപ് ആ നേട്ടം സ്വന്തമാക്കിയത് എമ്പുരാൻ എന്ന സിനിമയാണ്. അതും ലാലേട്ടന്റെ സിനിമ തന്നെയാണ്. ഇപ്പോൾ ദൃശ്യം 3യിലൂടെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഫസ്റ്റ് തന്നെ 10 കോടിക്ക് മുകളിൽ ഈ സിനിമ നേടിയെടുക്കും എന്ന് ഉറപ്പായി കഴിഞ്ഞു. എമ്പുരാന്റെ കളക്ഷൻ റെക്കോർഡ് മറികടക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരള ബോക്സ് ഓഫീസിൽ 14 കോടിക്ക് മുകളിലാണ് എമ്പുരാൻ ഫസ്റ്റ് നേടിയെടുത്തത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആ സിനിമയുടെ റെക്കോർഡ് ദൃശ്യം 3 മറികടക്കും എന്നുള്ളത് തന്നെയാണ്. ഇനി അങ്ങനെ മറികടക്കാൻ സാധിച്ചില്ലെങ്കിലും ഒരു 12 കോടിക്ക് മുകളിലുള്ള ഒരു കളക്ഷൻ ദൃശ്യം 3 നേടിയെടുക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ വമ്പൻ കളക്ഷൻ ആയിരിക്കും സിനിമയ്ക്ക് വരാൻ പോകുന്നത്. കേരളത്തിലെ മോഹൻലാൽ ഫാൻസ് അല്ല ഇത് പറയുന്നത്, മറ്റുള്ള ഭാഷയിലെ കളക്ഷൻ സംസാരിക്കുന്ന ഓരോ ചാനലുകളും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അവർ കൃത്യമായി പറയുന്നു 50 കോടിക്ക് മുകളിൽ ദൃശ്യം 3 ഫസ്റ്റ് നേടിയെടുക്കുമെന്ന്. പല ആൾക്കാരും പറയുന്നൊരു കാര്യമാണ്, ഇവിടെ മോഹൻലാൽ ഫാൻസ് തള്ളുകയാണ് എന്ന്. ഇത് ട്രാക്കേഴ്സ് വിടുന്ന കണക്കാണ്. അത് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് മറ്റുള്ള സംസ്ഥാനത്തെ ചാനലുകളെല്ലാം ഇത് എടുത്തു വെച്ച് ആഘോഷിക്കുന്നത്. അതായത് അവർ പറയുന്നു ഗംഭീര കളക്ഷനാണ്, മിനിമം 50 കോടിക്ക് മുകളിൽ സിനിമ ഫസ്റ്റ് തന്നെ നേടിയെടുക്കും എന്നുള്ളതാണ്. സൗത്ത് ഇന്ത്യയിലെ ഈ വർഷത്തെ ഏറ്റവും വലിയ ഓപ്പണിംഗ് അത് ദൃശ്യം 3 ആയിരിക്കും എന്നുള്ളതാണ് അവർ പറയുന്നത്. ഇതുവരെയുള്ള 2026 ഏറ്റവും വലിയ ഓപ്പണിംഗ്. എന്തായാലും തിങ്കളാഴ്ചയോടുകൂടി സിനിമയുടെ പ്രീസെയിൽ 20 കോടി കടക്കുന്നതായിരിക്കും. കാരണം എല്ലാ സ്ഥലങ്ങളിലെയും ബുക്കിംഗ് അന്ന് ഓപ്പൺ ആവും. പിന്നീടുള്ള ദിവസങ്ങൾ അത് വേറെ ലെവൽ ബുക്കിംഗ് ആയിരിക്കും. നിങ്ങൾ കണ്ടു നോക്കൂ, പ്രീസെയിലൂടെ ഒരു തരംഗം ഈ സിനിമ സൃഷ്ടിക്കും. അതുപോലെ തന്നെ ഫസ്റ്റ് ഡേ കളക്ഷനിലും മലയാള സിനിമാ ചരിത്രത്തിലെ ഏറ്റവും വലിയ കളക്ഷനിലേക്കായിരിക്കും ദൃശ്യം 3യുടെ പോക്ക്. ലാലേട്ടന് മറികടക്കാനുള്ളത് ലാലേട്ടനെ തന്നെയാണ്. അതായത് ദൃശ്യം 3ക്ക് മറികടക്കാനുള്ളത് എമ്പുരാൻ എന്ന മോഹൻലാൽ ചിത്രത്തെ തന്നെയാണ്. അത് മറികടക്കുമോ എന്ന് കാത്തിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ.